ഹായ് ഫ്രണ്ട്സ്, ഹിസ്റ്ററി ആൻഡ് ഇക്കണോമിക് ബെനഫിറ്റ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. കോളേജിയേറ്റിൻ്റെ സിലബസിൽ മൊഡ്യൂൾ 3 പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട് ഹിസ്റ്ററി ആൻഡ് ഇക്കണോമിക് ബെനഫിറ്റ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ഭാഗം. അപ്പോൾ ആ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Globalization of financial markets has forced several countries to change laws and introduce innovative financial contracts. ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ മാർക്കറ്റിലുണ്ടായ ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് പല രാജ്യങ്ങളിലും അവരുടെ ലോസിൽ ചേഞ്ച് വരുത്തുന്നതായിട്ട് വന്നു. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കോൺട്രാക്ട്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. Early forward contracts in the US addressed merchants' concerns about ensuring that there were buyers and sellers for commodities. Credit risk, however, remained a serious problem. തുടക്കത്തിൽ യു എസിൽ ഫോർവേഡ് കോൺട്രാക്ട്സുകൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയുള്ള മെർച്ചൻസ് കൺസേൺസിന്, അതായത് ഒരു കൊമ്മോഡിറ്റിയുടെ ബയ്യേഴ്സിനും സെല്ലേഴ്സിനും, ബയ്യറും സെല്ലറും അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അതായത് ബയ്യർ ഒരു കൊമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങാൻ അവിടെ ആളുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഒരു ബയ്യർ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊഡക്റ്റ് അയാൾക്ക് ഇന്ന സമയത്ത് കിട്ടും എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു സെല്ലറെ ഉറപ്പ് വരുത്തുക എന്നുള്ളത്. അപ്പോൾ ബയ്യറേയും സെല്ലറേയും എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യു എസിൽ തുടക്കത്തിൽ ഫോർവേഡ് കോൺട്രാക്ട്സ് നിലനിന്നിരുന്നത്. പക്ഷേ ബയ്യറേയും സെല്ലറേയും അത് ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിലും, ഫോർവേഡ് കോൺട്രാക്റ്റിലൂടെ ബയ്യറേയും സെല്ലറേയും ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിലും അവിടെ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഒരു സീരിയസ് പ്രോബ്ലം നിലനിന്നിരുന്നു. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് കൗണ്ടർ പാർട്ടി റിസ്ക് ആണ്. അതായത് സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങുന്ന ആൾ വാങ്ങാമെന്ന് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു പീരീഡിലാകുന്ന സമയത്ത് അയാൾക്ക് ആ ക്യാഷ് തന്നുകൊണ്ട് ആ ക്യാഷ് തരാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അയാൾ ക്യാഷ് തരുമോ എന്നുള്ളതാണ് അവിടുത്തെ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഈ സെല്ല് ചെയ്യാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെല്ലർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ സാധനം, ഈ ഗുഡ്സ് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഇത് തരാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ അത് അയാൾ വിൽക്കുമോ എന്നുള്ള ഒരു റിസ്ക് രണ്ട് പേർക്കും കൗണ്ടർ പാർട്ടി റിസ്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതൊരു ഇൻഫോർമൽ കോൺട്രാക്റ്റാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ക്രെഡിറ്റ് റിസ്ക് ഒരു സീരിയസ് പ്രോബ്ലമായിട്ട് നിലനിൽക്കുന്നത്. In 1848, to avoid credit risk, a group of Chicago businessmen formed the Chicago Board of Trade, that is Chicago Board of Trade, CBOT. നേരത്തെ നമ്മൾ പറഞ്ഞു ഫോർവേഡ് കോൺട്രാക്ട്സിൽ ക്രെഡിറ്റ് റിസ്ക് നിലനിന്നിരുന്നു എന്നുള്ളത്. ഈ ക്രെഡിറ്റ് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കാഗോ ബിസിനസ്മാൻമാരുടെ ഒരു ഗ്രൂപ്പ് അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ CBOT, ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്ന CBOT ഫോം ചെയ്തു 1848. പ്രൈമറി ഇൻറ്റൻഷൻ ഓഫ് CBOT പ്രൊവൈഡ് എ സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ ഫോർ നെഗോഷിയേറ്റ് ഫോർവേഡ് കോൺട്രാക്ട്സ്. ഈ CBOTയുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഫോർവേഡ് കോൺട്രാക്ട്സിന് ആ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിന് നെഗോഷിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രൈമറി ഇൻറ്റൻഷൻ ഓഫ് CBOT എന്ന് പറയുന്നത്. ഇൻ 1865, CBOT ലിസ്റ്റഡ് ദി ഫസ്റ്റ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് കോൺട്രാക്ട് ഇൻ ദി US. ദീസ് കോൺട്രാക്ട്സ് വെയർ കോൾഡ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ്. 1865 CBOT ഫസ്റ്റ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് കോൺട്രാക്ട് ലിസ്റ്റ് ചെയ്തു. ആ ഒരു കോൺട്രാക്റ്റിനെയാണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഫസ്റ്റ് ഫോർവേഡ് കോൺട്രാക്ട്സ് പറഞ്ഞു. അപ്പോൾ ആദ്യം US ഫോർവേഡ് കോൺട്രാക്റ്റ് വരികയും ക്രെഡിറ്റ് റിസ്കിൻ്റെ ഫലമായിട്ട് CBOT രൂപീകരിക്കുകയും ചെയ്തു 1848. ആ 1848 രൂപീകരിച്ച CBOT 1865 അതിൻ്റെ ഫസ്റ്റ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ലിസ്റ്റ് ചെയ്തു. ഈ ഒരു കോൺട്രാക്റ്റിനെയാണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. In 1919, Chicago Butter and Egg Board (CBEB), a spin-off CBOT, was recognized to allow futures trading. CBOTയുടെ തന്നെ മറ്റൊരു ഭാഗമാണ് അത് നമ്മുടെ CBEB എന്ന് പറയുന്നത്. 1919 ചിക്കാഗോ ബട്ടർ ആൻഡ് എഗ് ബോർഡ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യാനുള്ള ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിന് അലോ ചെയ്തു. 1919 CBEB ചിക്കാഗോ ബട്ടർ ആൻഡ് എഗ് ബോർഡാണ് അലോ ചെയ്തത്. CBEB's name was changed to Chicago Mercantile Exchange, CME. CBEB എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ചിക്കാഗോ ബട്ടർ ആൻഡ് എഗ് ബോർഡ് എന്നായിരുന്നു CBEB. ആ CBEBയുടെ നെയിം പിന്നീട് ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്നാക്കി മാറ്റി.
അതുപോലെ തന്നെ CBOT ആൻഡ് CME റിമൈൻ ദി ലാർജസ്റ്റ് ഓർഗനൈസ്ഡ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ്. CBOT എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തായിരുന്നു? ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ്. ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡും ചിക്കാഗോ മെർക്കൻഡൈൽ എക്സ്ചേഞ്ചുമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലെ ഓർഗനൈസ്ഡ് ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചിൻ്റെ ഏറ്റവും വലിയ CBOTയും CME ആണ്. 1970s, first exchange traded financial derivative emerged due to collapse of fixed exchange rate system and adoption of floating exchange rate system. Fixed exchange rate system മാറി floating exchange rate system അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ 1970s എക്സ്ചേഞ്ച് ട്രേഡഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്തായാലും എമേർജ് ചെയ്തു എന്നുള്ളതാണ്. In 1972, foreign currency futures were introduced at CME. CMEയിൽ ഫോറിൻ കറൻസി ഫ്യൂച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വർഷം 1972. In 1973, CBOT created the Chicago Board Options Exchange (CBOB) to facilitate trade of options on selected stocks. 1973 CBOT ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് ചിക്കാഗോ ബോർഡ് ഓപ്ഷൻസ് എക്സ്ചേഞ്ച് CBOB എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രേഡ് ഓഫ് ഓപ്ഷൻസ് ഓൺ സെലക്റ്റഡ് സ്റ്റോക്സ്. സെലക്റ്റഡ് സ്റ്റോക്സിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ അതിനുള്ള ഫെസിലിറ്റി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ചിക്കാഗോ ബോർഡ് ഓപ്ഷൻസ് എക്സ്ചേഞ്ച് CBOB എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. വർഷം 1973. ഫസ്റ്റ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് വാസ് ട്രേഡഡ് അറ്റ് കൻസാസ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡ് KCBT. ആദ്യത്തെ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യുന്നത് കൻസാസ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡ്, അതായത് KCBTയിലാണ്. നെക്സ്റ്റ് പറയുന്നത് മിഡ് 1970s ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് ഓൺ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇൻട്രസ്റ്റ് ബിയറിംഗ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1970 മധ്യത്തിലാണ്. അതുപോലെ തന്നെ ഏർലി 1980s ദ ഓപ്ഷൻസ് കോൺട്രാക്ട് ഓൺ ഇക്വിറ്റി ഇൻഡിസസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ USA. 1980 തുടക്കത്തിലാണ് USA ഓപ്ഷൻസ് കോൺട്രാക്ട് ഓൺ ഇക്വിറ്റി ഇൻഡിസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ NSEയും ഡെറിവേറ്റീവും തമ്മിലുള്ള റിലേഷനാണ്. ഇൻ 2000 ജൂൺ 2000 ജൂൺ 12 ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഓൺ ദി NSE കമൻസ്ഡ്. NSEയിൽ ഡെറിവേറ്റീവ് ട്രേഡിംഗ് തുടങ്ങുന്നത് ജൂൺ 12, 2000. 2001 ജൂൺ 4 ആൻഡ് ജൂലൈ 2 സബ്സിക്വൻറ്റ് ട്രേഡിംഗ് ഇൻ ഇൻഡെക്സ് ഓപ്ഷൻസ് ആൻഡ് ഓപ്ഷൻസ് ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് കമൻസ്ഡ്. NSEയിൽ 2001 ജൂൺ 4 ഇൻഡെക്സ് ഓപ്ഷൻസ് ട്രേഡിംഗ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ജൂലൈ 2, 2001 ജൂലൈ 2 ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഓപ്ഷൻസ് ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് തുടങ്ങുന്നത്, അതിൻ്റെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ NSE 2001 നവംബർ 9 സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് വെയർ ലോഞ്ച്ഡ്. സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് NSEയിൽ ലോഞ്ച് ചെയ്യുന്നത് 2001 നവംബർ 9. അപ്പോൾ നമ്മൾ കുറച്ച് ഡെറിവേറ്റീവ്സ് മാർക്കറ്റിലെ കുറച്ച് കാര്യങ്ങളാണ്, ഹിസ്റ്ററിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇക്കണോമിക് ബെനഫിറ്റ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൻ്റെ ഇക്കണോമിക് ബെനഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് ഇക്കണോമിക് ബെനഫിറ്റ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സിൻ്റെ ഇക്കണോമിക് ബെനഫിറ്റ്സ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന അങ്ങനെയാണ്, ഹിസ്റ്ററി ആൻഡ് ഇക്കണോമിക് ബെനഫിറ്റ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ളതാണ്. ഹിസ്റ്ററിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇക്കണോമിക് ബെനഫിറ്റ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് പോയിന്റ് റെഡ്യൂസസ് റിസ്ക് എന്നുള്ളതാണ്. ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ് വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇക്കണോമിക് ബെനഫിറ്റ് എന്ന് പറയുന്നത് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഹെഡ്ജിങ്, അതായത് റിസ്ക് റെഡ്യൂസിങ്ങിനെ നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയാറുണ്ട്. ഹെഡ്ജിങ് പ്രോസസ്സ്, റിസ്ക് റെഡ്യൂസിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് പറയുന്നത്, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ബയ്യറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് സെയിൽ ചെയ്യുന്ന സെല്ലറെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും കൂടുതലും റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. മറ്റൊരു പോയിന്റ് പറയുന്നത് എൻഹാൻസ് ലിക്വിഡിറ്റി ഓഫ് ദി അണ്ടർലൈയിങ് അസറ്റ്. അണ്ടർലൈയിങ് അസറ്റിൻ്റെ ലിക്വിഡിറ്റി എൻഹാൻസ് ചെയ്യുന്നു. അതായത് ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം, ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ലിക്വിഡിറ്റി വളരെയധികം കൂടുതലാണ്, കൂട്ടിയിട്ടുണ്ട്. ഈ ഇക്കണോമിക് ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അണ്ടർലൈയിങ് അസറ്റിൻ്റെ ലിക്വിഡിറ്റി ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്. അതായത് ബാക്കിയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിനേക്കാൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും നമ്മുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
എൻഹാൻസസ് ദി പ്രൈസ് ഡിസ്കവറി പ്രോസസ്സ്. പ്രൈസ് ഡിസ്കവറി പ്രോസസ്സ് ഉണ്ട്. അതായത് പ്രൈസ് ഡിസ്കവറി പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സ്പെക്കുലേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളുടെ പ്രൈസ് ഡിസ്കവർ ചെയ്യുന്ന പ്രോസസ്സ് ഈ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിലൂടെ ഉണ്ടാകുന്നു. മറ്റൊരു കാര്യം പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ആണ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് കൃത്യമായൊരു പോർട്ട്ഫോളിയോ ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് സിഗ്നൽസ് ഓഫ് മാർക്കറ്റ് മൂവ്മെൻറ്റ്സ്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ച് ഒരു സിഗ്നൽ ഈ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റ്സ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇൻറ്റഗ്രേഷൻ. ലോകത്തുള്ള എല്ലാ ഫിനാൻഷ്യൽ മാർക്കറ്റ്സുമായിട്ടുള്ള ഒരു ഇൻറ്റഗ്രേഷന് ഇവിടെ സാധ്യമാകുന്നു. കാരണം നമുക്കറിയാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും നമുക്ക് ഡെറിവേറ്റീവ്സ് വാങ്ങാനും വിൽക്കാനും പറ്റും. അതായത് ഏത് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിൽ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഫെസിലിറ്റേറ്റ്സ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് നമുക്കൊരു എക്കണോമിക് ബെനിഫിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.